Hi all, good morning. Theory of Structuresന്റെ സെക്കൻഡ് മോഡ്യൂളിലെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്കിംഗ് ഓർ ഈൽഡിങ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ലോഡ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാതെ, അതായത് പൊട്ടിപ്പോവാതെയോ ഈൽഡിങ് അതായത് ബെൻഡ് ചെയ്യാതെയോ റെസിസ്റ്റ് ചെയ്യുന്ന എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിൻ്റെ ആ കഴിവിനെ പറയുന്ന പേരാണ് സ്ട്രെങ്ത്ത്. ആ ഒരു പ്രോപ്പർട്ടിയാണ് സ്ട്രെങ്ത്ത്. ദെൻ അടുത്താണ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡീഫോർമേഷൻ. അതായത് നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലോഡ് കൊടുക്കുകയാണ് ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും? കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ശക്തിക്ക് അനുസരിച്ച് ഡീഫോം ചെയ്യും ആ ബോഡി. അങ്ങനെ ഡീഫോം ചെയ്യാതെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ എബിലിറ്റി ഓഫ് മെറ്റീരിയലിനെ പറഞ്ഞ പേരാണ് എന്ത്? സ്റ്റിഫ്നെസ്. ഓക്കെ, ദെൻ അടുത്താണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റീഗെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ദി വിഡ്ഡ്രോൺ ഓർ റിമൂവൽ ഓഫ് ലോഡ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഒരു റബ്ബർ ബാൻഡാണ്. ഇപ്പോൾ റബ്ബർ ബാൻഡ് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കാമെന്ന് വെക്കുക. റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചിട്ട് നമ്മൾ വലിച്ചത് ഭാഗം വിടുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ചതിൻ്റെ അതേ പഴയ സൈസിലും ഷേപ്പിലേക്കും എത്തുന്നു. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അത് വിട്ട് കഴിഞ്ഞാലും പഴയ സൈസ് ആൻഡ് ഷേപ്പ് അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ഡീഫോർമേഷൻ കൊടുത്തു, ഒരു ബോഡിക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ കേസിന് നോക്കുക, അത് പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് വരുന്നില്ല എന്ന് വെക്കുക. ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. തിരിച്ച് വരുന്നില്ല എന്ന് വെക്കുക. അങ്ങനെ റീറ്റെയിൻ ചെയ്യുക, ആ ഡീഫോർമേഷനിൽ അത് റീറ്റെയിൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ അത്തരം ഇതിനെ പറഞ്ഞ പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് ബ്രിറ്റിൽനെസ്. ബ്രിറ്റിൽനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഇറ്റ്സ് ബ്രേക്കിംഗ് വിത്ത് പെർമനൻറ്റ് ഡിസ്റ്റോർഷൻ. അതായത് ഇപ്പോൾ ഒരു ചോക്ക് പീസ്, ആ ചോക്ക് പീസ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ എന്തായി? അത് പെർമനൻ്റായി പൊട്ടിപ്പോയി, രണ്ട് ഇതായി മാറിയില്ലേ? ആ ഒരു ടൈമാണ് ബ്രിറ്റിൽനെസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ചോക്ക്, അതേപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ അതൊക്കെ പൊട്ടിപ്പോകുന്ന ആ ഒരു ഇതാണ് പ്രോപ്പർട്ടിയാണ് ബ്രിറ്റിൽനെസ്. ഓക്കെ, അതിന് അടുത്ത പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഇപ്പോൾ നമ്മൾ ടെൻസൈൽ ലോഡിൻ്റെ കേസ്, അതായത് രണ്ട് പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന കേസ് ഉണ്ടല്ലോ, അതാണ് ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് ഈ ഒരു കേസിൽ നമ്മൾ വലിച്ചു നീട്ടാനുള്ള കഴിവാണ്, ആ ഒരു കഴിവിനെ പറഞ്ഞ പേരാണ് ഡക്റ്റിലിറ്റി എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി പറഞ്ഞാൽ അടിച്ച് പരത്തുക. അതായത് നമ്മൾ കംപ്രസീവ്, ഇപ്പോൾ ഒരു കംപ്രസീവ് ലോഡാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞെരുങ്ങിപ്പോലെ, അങ്ങനെ അടിച്ച് പരത്തുന്നുള്ള ആ ഒരു എബിലിറ്റിനെ പറയുന്ന പേരാണ് ഡ്രോൺ ഇൻ ടു ഷീറ്റ്. ഓക്കെ, അതിനെ പറഞ്ഞ പേരാണ് മാലിയബിലിറ്റി. ഇപ്പോൾ ഡക്റ്റിലിറ്റിയും മാലിയബിലിറ്റിയും ഒക്കെ ഇപ്പോൾ സിൽവർ അതേപോലെ തന്നെ ഗോൾഡൊക്കെ എന്താണ് അതിന് എക്സാമ്പിൾസാണ്. ഒക്കെ അടിച്ച് പരത്തിയിട്ട് നമുക്ക് ആവശ്യമായ ഷേപ്പിലും ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടിയാണ് ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ദ ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്റ്റ് ലോഡ്. അതായത് ഇമ്പാക്റ്റ് ലോഡ് പറഞ്ഞാൽ സഡനായിട്ടുണ്ടാകുന്ന ലോഡ്സ്. ഇപ്പോൾ നമ്മൾ ഹാമർ ബ്ലോയിങ് ഒക്കെ ഇല്ലേ, ചുറ്റികയിൽ അടിക്കുന്ന, അതൊക്കെ ഇമ്പാക്റ്റ് ലോഡ്സാണ്. ആ ലോഡ് മുഖേന ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിനെ പറഞ്ഞു വേണം, ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ടഫ്നെസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് പറഞ്ഞാൽ റെസിസ്റ്റ് ദി അബ്രാഷൻ ആൻഡ് സ്ക്രാച്ചിങ്. അതായത് നമ്മൾ ഈ സ്ക്രാച്ചിങ്ങും അബ്രാഷനൊക്കെ ചെയ്യുന്നില്ലേ, ഈ ഉരസ് അതേപോലെ തന്നെ പെനട്രേഷൻ, അതൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിനെ പറഞ്ഞവരാണ് ഹാർഡ്നെസ്. ഓക്കെ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്